ഇടുക്കി തൊടുപുഴയിൽ വളർത്തുനായയോട് ഉടമയുടെ ക്രൂരത. വെളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താൽ ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നായയെ തെരുവിലുപേക്ഷിച്ചു. അനിമൽ റെസ്ക്യൂ ടീമെത്തി നായയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. സംഭവത്തിൽ ഷൈജു തോമസ് എന്നയാളെ പ്രതി ചേർത്ത് തൊടുപുഴ പോലീസ് കേസെടുത്തു. ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്തു നിന്നാണ് അനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തുന്നത്. വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നായയുടെ ഓണർ തന്നെയാണ് നായനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഒരു 10ഓളം മുറിവുകൾ നായയുടെ ശരീരത്തുണ്ട്. പിന്നെ തലയ്ക്ക് ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. പിന്നെ ഷോൾഡർ വെട്ടി കളഞ്ഞേക്കുക. അപ്പം അതിനി കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാനാണ്. തെരുവിൽ അലഞ്ഞു തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിൽ ഇല്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും ഇവർ പറയുന്നു. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലെങ്കിലും 24 അവേഴ്സ്, സൺഡേ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളും 24 അവേഴ്സ് അവരുടെ ഒരു നമുക്ക് സൗകര്യം വേണം, ട്രീറ്റ്മെൻറ്റ് സൗകര്യം വേണം. ഇനി ഓപ്പറേഷൻ പോലുള്ള ഒരു സൗകര്യവും നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ സർക്കാർ സംവിധാനത്തിലില്ല. അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തൊടുപുഴ പോലീസും അറിയിച്ചു. മീഡിയ 1 ഇടുക്കി.